മോഷണം. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടു. ഇടയാർ ചെള്ളയ്ക്കപ്പടിക്ക് സമീപം കുറ്റിയാം കണ്ടത്തിൽ ദീപകിന്റെ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം മോഷണം നടന്നത്. വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മോഷണ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. ദീപക്കും കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ തൊട്ടടുത്തുള്ള ഇടയാർ പള്ളിയിൽ പെരുന്നാളിൽ സംബന്ധിക്കാൻ പോയ സമയത്താണ് സംഭവം. പള്ളിയിൽ നിന്നും തിരിച്ചെത്തിയ ദീപകിന്റെ പിതാവ് വീടിന്റെ മുൻവശത്തെ വാതിൽ താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. തുടർന്ന് വീടിന്റെ പിൻവശത്ത് ചെന്നപ്പോഴാണ് പിൻവശത്തെ വാതിൽ കുത്തി തുറന്നതായി കാണപ്പെട്ടത്. ഉടനടി കൂത്താട്ടുകുളം പോലീസിനെയും അയൽവാസികളെയും വിവരമറിയിച്ചു. വൈകുന്നേരം 7-നും 9-നും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. വീടിന്റെ പിൻവശത്തെ ഇരുമ്പ് ഗ്രിൽ കമ്പിപ്പാര ഉപയോഗിച്ച് തകർക്കുകയും അകത്ത് പ്രവേശിച്ച ശേഷം അടുക്കളയുടെ വാതിലിന്റെ കുറ്റി തകർത്തുമാണ് മോഷ്ടാവ് വീടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. വീടിന് പുറത്തു സൂക്ഷിച്ചിരുന്ന തേങ്ങ പൊതിക്കുന്ന പാരയും വീട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തി. വീടിന്റെ താഴത്തെ നിലയിലെ 2 കിടപ്പുമുറികളിൽ മോഷ്ടാവ് പരിശോധന നടത്തിയ നിലയിലാണ് ഉള്ളത്. ഇവിടുത്തെ അലമാരകൾ തകർത്ത് അലമാരയിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ മുറിക്കുള്ളിൽ നിരത്തിയിട്ട നിലയിലാണ്. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. ഉദ്ദേശം 5000-നും 7000-നും ഇടയിലുള്ള തുക ഉണ്ടായിരുന്നതായി ഉടമ പറഞ്ഞു. വീടിന്റെ 2ാം നിലയിലെ കിടപ്പുമുറിയിലും മോഷ്ടാവ് പരിശോധന നടത്തിയിട്ടുണ്ട്. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന വാക്കത്തി, കറിക്കത്തി തുടങ്ങിയ ആയുധങ്ങളും 2ാം നിലയിലെ കിടപ്പുമുറിയിൽ കണ്ടെത്തി. ആയുധങ്ങളുടെ എണ്ണം കണക്കാക്കിയാൽ 1-ലധികം മോഷ്ടാക്കൾ വീട്ടിൽ കയറിയിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. വീടിന് സമീപത്തെ തൊഴുത്തിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന കമ്പിപ്പാരയിൽ മണ്ണ് പുരണ്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാകാം വീടിന്റെ പിൻവശത്തെ ഇരുമ്പ് ഗ്രിൽ കുത്തി തുറന്നത്. ഇന്നലെ രാത്രിയിലും ഇന്നു രാവിലെയും കൂത്താട്ടുകുളം പോലീസ് എത്തി പരിശോധനകൾ നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഇന്നലെ ഞങ്ങൾ പള്ളിയിൽ പെരുന്നാൾ, ഇടയാർ പള്ളി പെരുന്നാളായിരുന്നു. പപ്പയും അമ്മയും പള്ളിയിൽ പോയി പെരുന്നാളിന് പോയതായിരുന്നു. ഞാൻ, വൈഫ്, പിള്ളേർ, വൈഫിൻ്റെ വീട്ടിലെ രാജകുമാരി പോയതായിരുന്നു. ആ സമയത്ത് 7 മണിക്കും 10-നും ഇടയ്ക്കായിട്ടാണ്. 7 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. പപ്പയും മമ്മിയും വന്നത് 10 മണിയോടുകൂടിയാണ് പള്ളി കഴിഞ്ഞ് വന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ പുറകിലത്തെ വാതിൽ കുത്തിപ്പൊളിച്ച്, ഗ്രില്ല് ഡോറായിരുന്നു, അത് കുത്തിപ്പൊളിച്ച് അടുക്കളയുടെ തടിയുടെ ഡോറും പൊളിച്ച് അകത്തെ 3 റൂമിൽ കള്ളൻ കയറുമായിരുന്നു. അതിൽ ഒരു റൂമിൽ മാത്രം അലമാര പൂട്ടിയിട്ടുണ്ടായിരുന്നു, അതവർ കുത്തിപ്പൊളിച്ചു. പിന്നെ അധികം ഗോൾഡൊന്നും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് മാത്രമാണ് അവർക്ക് എടുക്കാൻ പറ്റിയത്. 5000-7000 അത്ര ചെറുതായിട്ട് പൈസ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൊത്തം 3 റൂമിൽ അലമാരകളെല്ലാം തുറന്ന് എല്ലാം അലങ്കോലപ്പെടുത്തി എല്ലാം താറുമാറാക്കി പോവുകയാണ് ഉണ്ടായത്. അകത്തുനിന്ന് കയറി പപ്പയും മമ്മിയും പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ 2 ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ ആ ഡോറ് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു അവർ, പുറകുവശത്തോടെ കയറിയിട്ട്. പിന്നെ പുറകുവശത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കാര്യം അറിയുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനെ അറിയുന്നവരെ പറയുകയും ചെയ്തിരുന്നു. പോലീസ് രാത്രി തന്നെ എത്തുകയും കാര്യങ്ങളെല്ലാം നോക്കി പോയി. ഇപ്പോൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. CCTV കാര്യങ്ങളെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോൾ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടു കൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ കൂടാതെ
വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.